വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുള്ളറ്റ് ക്രീക്കും അതിൻ്റെ അടുത്തുള്ള തന്നെയുള്ള ഒരു കൾവേ ആണ്. ഈ കൾവേ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു തുരങ്കമാണ്. റെയിൽവേ ലൈന് അടിയിലൊക്കെയുള്ള വെള്ളം ഡ്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു തുരങ്കം പോലൊരു സംഭവമാണ് ഈ കൾവേ എന്ന് പറയുന്നത്. ഇതൊരു ഹിസ്റ്റോറിക് മോണുമെൻ്റ് ആണ്. ഓസ്ട്രേലിയയിലെ ഹെറിറ്റേജ് ലിസ്റ്റിൽപ്പെട്ട ഒയ്വോയി റെയിൽവേ ടണലിൻ്റെ പാർട്ടും കൂടിയാണിത്. ഇതും ബ്രിസ്ബെയിൻ വാട്ടർ നാഷണൽ പാർക്കിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. ഒയ്വോയി റോഡിൽ തന്നെയുള്ള ടണൽ ഫയർ ട്രെയിലിൻ്റെ കാർ പാർക്കിലാണ് ഞങ്ങൾ ഇപ്രാവശ്യം കാർ പാർക്ക് ചെയ്തത്. ഗൂഗിൾ മാപ്പിൽ ഫയർ ട്രെയിൽ എന്നടിച്ചാൽ ആ കാർ പാർക്ക് വരുന്നതാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറയുന്ന സീക്രട്ട് വാട്ടർഫോൾ കാണാൻ പോയപ്പോൾ ഞങ്ങൾ ഈ സെയിം കാർ പാർക്കിലാണ് കാർ പാർക്ക് ചെയ്തത്. ഈ സെയിം ട്രെയിലാണ് അന്ന് ഞങ്ങൾ എടുത്തത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ആ ക്ലൈംബ് ഓവർ ചെയ്യേണ്ട ഫെൻസ്. ഇത് കഴിഞ്ഞ് വരുന്ന ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ, ഇപ്പോൾ കാണുന്ന ഈ ജംഗ്ഷനിൽ ഇവിടെ 3 വഴി പിരിയുന്നുണ്ട്. ഇവിടെ റൈറ്റിലേക്കാണ് തിരിയേണ്ടത്. ഈ വോക്കിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ ആണ്. മറ്റുള്ള വോക്കുകളെ പോലെ തന്നെ ഈ വോക്കിൻ്റെ ഡയറക്ഷൻസ് ഒരിടത്തും പറയുന്നില്ല, ഒരിടത്തും എഴുതി കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് ഈ വോക്ക് പോയിട്ട് ഇത് കാണാതെ തിരിച്ചു വരുന്നതായിട്ട് ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആകെപ്പാടെയുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ഒരു പിങ്ക് റിബൺ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഒരു വഴി ഒരിടത്ത് ചെല്ലുമ്പോൾ പോലീസ് ടാഗ് കാണാം, പിന്നെ പിങ്ക് റിബണും ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആകെയുള്ള ക്ലൂ. വഴിയിൽ ഈ പോലീസ് ടാഗ് കണ്ടപ്പോൾ ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചു. ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ കറക്റ്റായ വഴിയാണ്, ഞങ്ങൾ അതെല്ലാം കണ്ടുപിടിച്ചു. ഞങ്ങൾ പെട്ടെന്ന് അധികം കറങ്ങാതെ തന്നെ എത്തി എന്നൊക്കെ ഞങ്ങൾ കരുതി. പക്ഷേ ഞങ്ങളെ ഏറ്റവും അധികം കറക്കിയ ഒരു വോക്ക് തന്നെയായിരുന്നു ഇത്. ഇപ്പോൾ കാണുന്ന ഈ സൈൻ ബോർഡ്, ജിറാക്കൂൾ എന്ന് പറയുന്ന ഈ സൈൻ ബോർഡ് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ വേറൊരിടത്ത് ഈ വഴി പിരിയുന്നുണ്ട്. ഇവിടെ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ആണ് പോവേണ്ടത്. ഈ വഴിയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് വഴി തെറ്റിയെന്ന് തന്നെയാണ്. ഇത് ഒരു കുക്കാബുറയാണ്. ഇതിനെ ലാഫിംഗ് ബേർഡ് എന്ന് വിളിക്കാറുണ്ട്. ഇതിൻ്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ആരോ പൊട്ടിച്ചിരിക്കുകയാണ് എന്ന് തോന്നും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു എക്കിഡ്നയാണ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വൈൽഡ് ലൈഫ് എൻകൗണ്ടർ ആണെന്ന് തന്നെ പറയാം. എക്കിഡ്നയും ഓസ്ട്രേലിയയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ജീവിയാണ്. ഇച്ചിരി സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. കാരണം പുള്ളിക്ക് പേടി വന്നു കഴിഞ്ഞാൽ നമ്മളെ മുള്ളൊക്കെ കുത്തി നിറയ്ക്കും. അല്ലെങ്കിൽ ആളൊരു നാണം കുണുങ്ങിയാണ്, സൈഡിൽ കൂടി അങ്ങ് പൊക്കോളും. ഇനി നമ്മൾ കാണുന്ന അടുത്ത ജംഗ്ഷനിൽ നമുക്ക് പിന്നെയും ലെഫ്റ്റ് തന്നെ എടുക്കണം. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് താഴേക്ക് കാണുന്ന വഴിയിലൂടെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഞങ്ങൾ ഇതുവരെയും പിങ്ക് റിബൺ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വഴിതെറ്റിയാണ് പോകുന്നത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് വെറുതെ ഒരു ലൊക്കേഷൻ ഇട്ട് ചുമ്മാ പോയി നോക്കുവാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ജംഗ്ഷനിൽ നമുക്ക് റൈറ്റാണ് തിരിയേണ്ടത്. ഈ ജംഗ്ഷനിലാണ് ശരിക്കും പിങ്ക് റിബൺ കാണേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെയും പിങ്ക് റിബൺ ഇല്ല. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി മരത്തിൻ്റെ കൊമ്പുകൾ വെട്ടിക്കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിങ്ക് റിബൺ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ജംഗ്ഷനിൽ അവർ മരങ്ങൾ ക്ലിയർ ചെയ്യുകയാണ്ട് ചെയ്തു. അങ്ങനെ ആ പിങ്ക് റിബൺ പോയതായിരിക്കും എന്ന് കരുതുന്നു. ഇവിടെ റൈറ്റ് തിരിഞ്ഞ് നമ്മൾ എത്തുന്നത് ഒരു വലിയ മലയുടെ മുകളിലാണ്. ഒത്തിരി പാറക്കൂട്ടങ്ങളും ഒക്കെയുള്ള വലിയ ഒരു മല. ഈ മലയുടെ താഴെ നമുക്ക് ക്രീക്ക് കാണാൻ സാധിക്കും. ഒരു സൈഡിൽ ക്രീക്കും ഒരു സൈഡിൽ ഒയ്വോയി വോണ്ടാബൈൻ റെയിൽവേ ലൈനും നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളതിലെ കുറേ കറങ്ങി, പക്ഷെ താഴേക്ക് ആ ക്രീക്കിലേക്ക് ഇറങ്ങാനുള്ള വഴിയൊന്നും ഞങ്ങൾ കണ്ടില്ല. കഷ്ടപ്പെട്ട് വന്നത് വെറുതെയായി എന്ന് വിചാരിച്ച് ഈ മലയുടെ മേളിൽ നിന്ന് ഒരു ട്രെയിൻ പോകുന്ന വീഡിയോ പിടിച്ച് തിരിച്ച് മടങ്ങിയേക്കാം എന്ന് കരുതി ഞങ്ങളിരിക്കുകയായിരുന്നു. ട്രെയിൻ പോകുന്ന വീഡിയോ പിടിച്ചു കഴിഞ്ഞ് ഞങ്ങളൊരു കല്ലിൻ്റെ മുകളിൽ കയറിയിരുന്ന
താഴെ ക്രീക്ക് നോക്കി ഇരിക്കുമ്പോൾ വളരെ യാദൃച്ഛികമായിട്ട് ഞങ്ങൾ പിങ്ക് റിബൺ ഒരു മരത്തെ കെട്ടിവെച്ചേക്കുന്നത് കാണുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഏകദേശം ഒക്കെ സെയിം സ്ഥലത്താണ് വന്നിരിക്കുന്നതെന്ന്. താഴെ ഒരു ചെറിയ ട്രെയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് വേറെ ഏതെങ്കിലും വഴിയിലൂടെ നമുക്ക് കറങ്ങി ഇവിടെ താഴെ ചെല്ലാമെന്ന്. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പിന്നെ ഞങ്ങൾ ഈ കാണുന്ന വളരെ ഡിഫിക്കൽട്ടായിട്ട് പാറകളുടെ ഇടയ്ക്കൂടെ കുഞ്ഞൊരു ട്രെയിൽ അതിലെ കൂടി അവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള മരങ്ങളിൽ ഈ പിങ്ക് റിബൺ ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്നത് കാണാം. അത് കാണുമ്പം ഒരാശ്വാസമാണ്. ഇതാണ് കറക്റ്റായ വഴിയെന്ന് നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ മലയുടെ താഴെ ക്രീക്കിൻ്റെ അടുത്തെത്തി. വളരെ കെയർഫുള്ളായിട്ട് പോകേണ്ട ഒരു പോക്കാണിത്. ഹൈക്കിംഗ് ഷൂവും ഹൈക്കിംഗ് സ്റ്റിക്കും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈ വോക്കിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ടൈഡ് ഹൈ ടൈഡാണോ ലോ ടൈഡാണോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ സമയം അറിഞ്ഞ് വേണം പോകാനായിട്ട്. കാരണം ഹൈ ടൈഡ് ആണെങ്കിൽ ഈ ടണലിൻ്റെ അകത്ത് വെള്ളം നിറഞ്ഞു കിടക്കും, നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ സാധിക്കുകയില്ല. ഞങ്ങൾ പോയപ്പോൾ ടൈഡ് കഴിഞ്ഞായിരുന്നു, അത് വെള്ളം താഴെ ഇറങ്ങിയായിരുന്നു. അതുകൊണ്ട് നല്ല സമയം തന്നെയായിരുന്നു. ഇതാണ് ഇത്രയധികം ഞങ്ങളെ ചുറ്റിച്ച ആ കൾവേ. ഇത് ഒരു ഡ്രെയിൻ ആണ്. ഇത് റെയിൽവേ ലൈനിൻ്റെ അടിയിൽ കൂടെയാണ്, ഇതിൻ്റെ മേളിൽ കൂടെയാണ് റെയിൽവേ ലൈൻ പോകുന്നത്. അപ്പോൾ ഈ ക്രീക്കിൽ വെള്ളം പൊങ്ങുന്ന സമയത്തും ഹൈ ടൈഡിൻ്റെ സമയത്തും ഈ ചാനലിലേക്ക് വെള്ളം കയറി ഇത് റെയിൽവേ ലൈനിൻ്റെ അപ്പുറം കൊണ്ടുപോയി വെള്ളത്തിനൊരു ചാനൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെ. അത് അങ്ങനെ ഈ ഒരു ചാനൽ അവിടെ ഇല്ല എങ്കിൽ വെള്ളം പൊങ്ങുമ്പോൾ അത് റെയിൽവേ ലൈനെ മൂടും. അപ്പം അതാണ് ഇതിൻ്റെ പർപ്പസ്. ഞാൻ ആദ്യം പറഞ്ഞത് മാതിരി ഇത് ഒയ് ടണലിൻ്റെ റെയിൽവേ ടണലിൻ്റെ പാർട്ടാണ്. ഒയ് സ്റ്റേഷനും ഓണ്ടാബൈൻ സ്റ്റേഷനും ഇടയ്ക്കുള്ള ഒരു ടണലാണ് ഒയ് ടണൽ എന്ന് പറയുന്നത്. അത് 1.6 കിലോമീറ്റർ ദൂരമുള്ള ദൈർഘ്യമുള്ള ഒരു ടണലാണ്. ആ ടണൽ വൺ ഓഫ് ദി ലോങ്ങസ്റ്റ് റെയിൽവേ ടണലാണ് ഓസ്ട്രേലിയയിലെ. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് 1880s അതുകൊണ്ട് തന്നെ ഇത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് റെയിൽവേ ടണൽ ഇൻ യൂസ് കൂടിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒയ് റെയിൽവേ ടണൽ അല്ല, ഇത് ഒരു കൾവേ ആണ്. കൾവേ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രെയിൻ മാത്രമാണ്. അതായത് ഒയ് റെയിൽവേ ട്രാക്കിനെ സ്ട്രക്ചറൽ ഡാമേജിൽ നിന്ന് സേവ് ചെയ്യാനായിട്ടുണ്ടാക്കിയ ഒരു വെള്ളം കയറി ഇറങ്ങി പോകാനായിട്ടുണ്ടാക്കിയ ഒരു ട്രെയിനാണ് ഈ കൾവേ എന്ന് പറയുന്നത്. വളരെയധികം എൻജിനീയറിംഗ് ബ്രില്യൻസ് അവകാശപ്പെടുന്ന ഒരു കൺസ്ട്രക്ഷനാണ് ഈ ഒയ് റെയിൽവേ ടണൽ. അന്നത്തെ കാലത്ത്, അതായത് 1988 ഇതിൻ്റെ പണി തീരുന്നത്. അതേപോലെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടെറൈനിൽ ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കിയ ഒരു എൻജിനീയറിംഗ് മാസ്റ്റർ പീസ് തന്നെയാണ് ഒയ് റെയിൽവേ ടണലും അതിനോട് ചേർന്നുള്ള ഈ കൾവേയും. അപ്പോൾ ഹാപ്പി വ്യൂവിംഗ് ഫ്രണ്ട്സ്.